കാസർഗോഡ് കന്യാകുമാരി യാത്രയിലെ 30ാമത്തെ ദിവസമാണെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭീമാപള്ളിക്കാണ്, തിരുവനന്തപുരത്ത് ഭീമാപള്ളിക്കാണ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിന് ഈ പള്ളീൻ്റെ ഉള്ളിലേനും. ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയാണ്. നേരത്തെ ഇറങ്ങുക പറഞ്ഞാൽ 6:30 ആയപ്പത്തിന് ഇറങ്ങിയാണ്. നമ്മളടുത്ത് ഡ്രസ്സ് മാറ്റാൻ ഡ്രസ്സൊക്കെ നനഞ്ഞിക്കാണ്. ഇന്നലെ മഴ കൊണ്ടുകൊണ്ട് നല്ല മഴയായിരുന്നു. മഴ ആയതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഡെയിലി മഴയായിട്ട് ഡ്രസ്സൊക്കെ നനഞ്ഞിക്കാണ്. കുഞ്ഞി ഇവിടെ അടുത്തൊരു കുടുംബമുണ്ട്. ആ കുടുംബക്കാരെ പെരി ചെന്നിട്ട് അവിടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് തോരടണം, എന്നിട്ട് വേണം ഇടാൻ. ഇപ്പം നമ്മൾ ഇന്ന് അവിടേക്കാണ് പോണത്. അവിടുന്ന് പിന്നെ അവിടെ എല്ലാ കാഴ്ചകളൊക്കെ കാണണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഭീമാപള്ളിക്കൊന്ന് ഇപ്പോൾ പോവാണ്. എന്നാലേ ഞങ്ങൾ പോയി മൂപ്പരാണ് ഇന്നലെ നമുക്ക് ഭീമാപള്ളിയിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നെ. മൂപ്പര കടയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സദ്ദാം ഖാൻ്റെ കടയിൽ നിന്ന് ചായ പിടിച്ച് പോന്നു. ഇപ്പം ഇനി ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് എത്തേണ്ട സ്ഥലം. അവിടെ എത്തിയിട്ട് അവിടുന്ന് നമ്മൾ കോവളം ബീച്ച് പോകണമെന്ന് കരുതുന്നുണ്ട്. ഉള്ളൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. പിന്നെ ഈ ഭീമാപള്ളിൻ്റെ ചരിത്രമാണ് മാലിക് പറഞ്ഞ സിനിമക്ക് വേണ്ടി എടുത്തേക്കണെന്ന് ഇവിടെ എല്ലാ ആൾക്കാർ പറയണത്. അത് ഇവിടെ വെച്ചല്ല ഷൂട്ട് ചെയ്തേക്കണത് കോവളത്തിൻ്റെ അപ്പുറത്തുള്ള വിഴിഞ്ഞം പള്ളിക്കാണ് ഷൂട്ട് ചെയ്തേക്കണത്. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ എത്തി. പിന്നെ ഉള്ളിൽ കയറി. ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഓരോ ഏരിയയാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഭീമാപള്ളിൻ്റെ അവിടെ ഫുള്ള് മുസ്ലിംസ്, പിന്നെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഫുള്ള് ക്രിസ്ത്യൻസ്, ഇവിടെ ഫുള്ള് ഹിന്ദുസാണ്. അങ്ങനെയാണ് ഇവിടെ ഓരോ ഏരിയ ആയിട്ടാണ് ഫുള്ള് ഏരിയ. ഇവിടെ നമുക്ക് ഇനിയുണ്ട് ഇവിടുന്ന് 7 കിലോമീറ്ററോളം പോവാം. ഇപ്പോൾ നമ്മളിന്ന് ഭീമാപള്ളിക്ക് നടത്താൻ തുടങ്ങി. ഇപ്പോൾ ഉള്ളൂർ പറഞ്ഞ സ്ഥലത്തെത്തി. ഉള്ളൂർ എത്തിയിട്ട് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയി. ഫുള്ള് ഫ്രഷായി നമ്മൾ ഇറങ്ങി. പിന്നെയും ഇപ്പം ഞങ്ങൾ എഴുതണ്ടാവും ബാഗ് എവിടെയാണ്. ബാഗിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് 2-3 ദിവസമായി. അപ്പോൾ അവിടെ ഇവൻ്റെ അളിയൻ്റെ വീട്ടിലേനും അവിടുന്ന് വാഷ് ചെയ്ത് ഒക്കെ ഉണക്കാട്ടു. ഇപ്പം ഇന്ന് ഇവിടെ നിൽക്കുക കാരണം പിന്നെ ബാഗ് എടുത്തുകൊണ്ട് ആവശ്യമില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരം ടൗണിൽ പോയിട്ട് അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇന്ന് വേറെ ഒന്നും കൂടി ഉണ്ട്. നമ്മൾ ഫോൺ മാറ്റിയെന്നല്ല, ഇവൻ്റെ അളിയൻ്റെ ഗോപ്രോ ആണ്. ഈ ഗോപ്രോയിലെ കരപ്പ് കാണുക. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണാൻ ചേരാം. ഇതാ ഇവിടെ നമ്മൾ ഡക്കാത്ലോൺ കണ്ട്. ഡക്കാത്ലോണ് പോകേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ സ്പോർട്സ് കാർഡ് തരുന്ന നടക്കുകയാണ്. അപ്പോഴാണ് ഡക്കാത്ലോണിനെ കണ്ട്. എന്താ ഇനി ഇവിടെ കയറാം. ശിവരാലയം നമുക്ക് ഓപ്പൺ ആണോ അറിയില്ല. തിങ്കളാഴ്ച ഓപ്പൺ ആവുമല്ലോ. ഈ ഡക്കാത്ലോണ് ഓപ്പൺ ആയിട്ടില്ല, വരുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ മറ്റേ ഡക്കാത്ലോൺ പോലെ ഒന്നല്ല, വേറൊരു മോഡലാണ്. എന്തായാലും വേറെ സ്പോർട്സ് കാർഡ് നോക്കാം. നമുക്ക് പോകേണ്ട റൂട്ട് ഏതാണെന്ന് അറിയില്ല ശരിക്കും, ഇനി നോക്കട്ടെ. ഇപ്പം ഞങ്ങളിപ്പോൾ ചോദിച്ചു പോന്നു, അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞത് അടുത്ത ആഴ്ചയാണ് ഇത് ഓപ്പൺ ആവണത്. പിന്നെ ഇവിടെ വല്ല സ്പോർട്സ് കാർഡ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകണം. അത് നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോവാം. തിരുവനന്തപുരം ടൗണിൽ ഒരു വേസ്റ്റ് ചാല് കണ്ടതാണ്. മീന് ചേറാനാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും ഉണ്ടായി. അവിടെ ഉള്ളിൽ കുറേ ഉണ്ട്. ഇത് നമ്മളവിടെ എങ്ങാനും ആവണ്ടി. തിരുവനന്തപുരം കുന്നംകുഴിക്കതാ
ബാലഭാസ്കറിൻ്റെ ഒരു പ്രതിമ. അറിയാത്തവരുണ്ടാവില്ലേക്കാരം. വരച്ച് VMS നമ്പൂതിരിപ്പാട്. നമ്മള് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലെത്തിയ അടവാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഫുള്ള് ബാരിക്കേഡ് ടീം, ഫുള്ള് കാവൽക്കാർ. അത് ഇനി ഇവിടെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഇനി അവിടെ വേറെ എന്തെങ്കിലും ചോദിച്ചോക്കാം. ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് അവിടെ കണ്ടിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പോവാം. സ്പോർട്സ് വേറെ ഇതുവരെ ഇട്ടിട്ടില്ല, കിട്ടിയിട്ടില്ല. പിന്നെ അതല്ല, നമ്മൾ ഗോപ്രോയില് ആദ്യമായിട്ടാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഫോണിലിട്ടാണ്ട് വീഡിയോ ചെയ്താലുള്ളൂ നമുക്ക് എന്താ അവസ്ഥ എന്നറിയാം. ഫോണിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതിന് കിട്ടി. ഇത് റെഡിയായി വരുമ്പോഴത്തിന് ഇത് പോവും. അതായത് നമുക്ക് ഇവിടെ എന്തായാലും ഉണ്ടോ എന്ന് നോക്കാം. ആകാശത്തിന്റെ ചുറുക്ക്. എന്തായാലും ഇവിടെ തുറന്നിക്കണ്, കയറാൻ പറ്റുമെന്നില്ല. നമുക്ക് ചെന്ന് നോക്കാം, എന്നാലുള്ള അറിയാം. അപ്പൊ നമുക്ക് ഇവിടെയും കയറാൻ പറ്റൂല. ഇവിടെ പുറത്തുനിന്ന് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാന്നാണ്. എന്നാലും ഇവിടുന്ന് ഫോട്ടോ എടുക്കാണ്ട് നേരെ ഓപ്പോസിറ്റ് തന്നെ സ്റ്റേഡിയം ഉണ്ട്. അത് കാണില്ല. എന്നാലും ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്നും തുറന്നിട്ടില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റൂല. നമുക്ക് ഇനി അവിടെ എവിടെയെങ്കിലും ഒരു പാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് വാങ്ങിയാണ്, അത് ഫുഡ് കഴിക്കണം. അവിടെ എവിടെയെങ്കിലും കയറിയിട്ട് കഴിച്ചാൽ. നമ്മളിപ്പോൾ ആർട്ട് ഗാലറിൻ്റെ മുമ്പിലാണ്. ഇതും ക്ലോസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഒന്നും തുറന്നിട്ടില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതും ക്ലോസ് ആണ്. തിങ്കളാഴ്ച ആയതുകൊണ്ടാണ്. ഇന്ന് മ്യൂസിയം ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ ചെന്നേക്കാം, അവിടെ തുറന്നതാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ. വാർപ്പിരുമ്പിൽ നിർമ്മിച്ച 2.5 മീറ്റർ നീളമുള്ള ഈ പീരങ്കി തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ശ്രീപെരുമ്പറ്റ ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് ലഭിച്ച 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ്റെ പടയാളിനെ ഉപയോഗിച്ചിരുന്നതാണ്. 18-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചതാണ് പീരങ്കി. എൻട്രൻസ് തിങ്കളാഴ്ച മൊത്തത്തിൽ ക്ലോസ് ആണ് പറഞ്ഞത്. മ്യൂസിയങ്ങൾ ഫുള്ള് ഓഫാണ്, ഇപ്പോഴും തുറന്നിട്ടില്ല. നമ്മൾ പോവാം. അല്ല, ഇത് കാണാൻ പറ്റിയല്ലോ. 18-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു പീരങ്കി ഉണ്ട്. ഓക്കെ, ഇതും 18. അത് അവിടെ നിന്ന് തന്നെ കണ്ടുപറ്റി. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. കട തുറന്നിട്ടില്ല. അവിടെ ഇരുന്ന് കഴിച്ചാൽ
നമ്മളവിടുന്ന് ഇപ്പോൾ 10 കിലോമീറ്ററിന് മേലെ പോന്നു. പക്ഷെ ഇതുവരെ ഒറ്റ സ്പോർട്സ് കാർഡ് കണ്ടിട്ടില്ല നമ്മൾ. ഇവിടെ 2-3 സ്റ്റേഡിയം ഉണ്ട്, പക്ഷെ ഒറ്റ സ്പോർട്സ് കാർഡ് കാണാനല്ല. സ്പോർട്സ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് കാർഡ് അല്ല. എന്തായാലും നോക്കാം. ഇനി ടൗണിക്ക് കുറച്ചുകൂടി ഉണ്ട്, അവിടെ എവിടെയെല്ലാം ഉണ്ടാവും. ചെറുതാ നമ്മൾ നിന്നതിന് അടുത്തായിട്ട് തന്നെ ഒരു സ്പോർട്സ് കാർഡ് കിട്ടിയിരുന്നു. സ്പോർട്സ് കിട്ടിയതിന് ഇനി തുറന്ന് ഓപ്പൺ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ. ഓപ്പൺ ഏതായാലും കിട്ടി. പോകാം. സാധനം കിട്ടി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ കൂടി അങ്ങോട്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ബാർബർ ഷോപ്പിൽ നിന്ന് പോകുന്നത് നമ്മളെ പേരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിരിക്കും. പിന്നെ ആള് മുടി വെട്ടിട്ടോ. എവിടെയെന്ന് ചോദിച്ചരുത്, മുടി വെട്ടിക്കണ്. അപ്പം ഇനി ഇവിടുന്ന് ഈ വളവ് തിരിഞ്ഞ അവിടെ വീടെത്തും. വീട് കാണിച്ചു തരാം. വീട്ടിൽ ആളുണ്ടോന്ന് അറിയില്ല കേട്ടോ, നമ്മൾ പോയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. എന്തായാലും ഉള്ളിൽ കയറാം. അളിയാക്ക വന്നിക്കണമെന്നൊന്നും അറിയില്ല, എന്തായാലും ചെന്ന് നോക്കാം. മുപ്പരിപാടല്ല, എന്തായാലും കുറച്ചു നേരം പുറത്തിരിക്കും. അപ്പം വരാമെന്ന് പറഞ്ഞു. ബിരിയാണിയുടെ ചോറ് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ ബിരിയാണി വാങ്ങലില്ല, റൈസ് മാത്രം വാങ്ങല്. റൈസ് ആകുമ്പോൾ പിന്നെ വലിയൊരു പ്രശ്നം നമുക്ക് തോന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ കിടക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം.